ത്തിൻ്റെയും വേദയുടെയും മുൻപിൽ വെച്ച് നമ്മുടെ അനിയൻകുട്ടനെ കൊലപ്പെടുത്തി ശ്രീകാന്ത്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നാളെ പവിത്രത്തിൽ കാണാൻ സംഭവിക്കുന്നത് കഥ അതിസങ്കീർണമാണ്. അതായത് വിക്രവും വേദയെയും സ്വത്തിനു വേണ്ടി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സ്വത്തിനു വേണ്ടി പേപ്പറിൽ ഒപ്പിടാനായിട്ട് ശ്രമിക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെയാണ്. വേദ ഒപ്പിട്ട് തനിക്ക് സ്വത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ സ്വത്തുക്കളെല്ലാം തൻ്റെ കൈകളിലേക്ക് വരികയുള്ളൂ എന്ന് ശ്രീകാന്തിന് നന്നായി അറിയാം. അതിനുവേണ്ടിയാണ് ഈ ശ്രമം തുടരുന്നത്. ഇതിനിടയിൽ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, വേണ്ട വേദ, ആവശ്യമില്ലാതെ ഒപ്പിട്ട് കൊടുക്കേണ്ട എന്ന് പറയുമ്പോൾ, നീ മിണ്ടാതെ നിന്നില്ലെങ്കിൽ നിൻ്റെ ഭാര്യയെ കൊന്നുകളയും, ഇവളെ കൊല്ലാൻ പോലും മടിക്കില്ല, മര്യാദയ്ക്ക് ഒപ്പിട്ടാൽ നിങ്ങൾക്ക് ജീവിതം എങ്കിലും ബാക്കി തരും, ഇല്ലെങ്കിൽ ഒന്നും തരില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബലമായി ഒപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയമാണെങ്കിൽ സേതു അവിടേക്ക് വരുന്നുണ്ട്. സേതു വരുമ്പോൾ തന്നെ ഒരു മാസ് ബീജിയൊക്കെ ഇട്ടിട്ടാണ് വരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സേതു വന്ന് വിക്രത്തിൻ്റെയും വേദയെയും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ അവരെ കെട്ടിയിരിക്കുന്ന കെട്ട് അഴിക്കുന്നുണ്ട് നമ്മുടെ അനിയൻകുട്ടൻ. ഇതേ സമയം വിക്രവും ആ ഫൈറ്റിൽ ഇൻക്ലൂഡ് ആവുന്നത് കാണാൻ കഴിയും. വിക്രവും എല്ലാ ഗുണ്ടകളെയും അടിച്ച് നിലംപരിശാക്കുന്നുണ്ട്. ഇതേ സമയം ജോബിയാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക. അപ്പോഴാണെങ്കിൽ ജീവനും കൊണ്ട് ജോബി ഓടുന്നു. ഇവിടെ ഫൈറ്റിനിടയിൽ വിക്രം ഒന്ന് കാല് തെറ്റി കൊക്കയിലേക്ക് വീഴാനായിട്ട് പോകുന്നുണ്ടെങ്കിലും വിക്രം അതിൽ നിന്നും എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട നമ്മുടെ ശ്രീകാന്താണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. തോക്കെടുത്ത് അമ്മായി അച്ഛൻ്റെയിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അച്ഛാ, അവരെ ഇനി ജീവിക്കാനായിട്ട് അനുവദിക്കേണ്ട, അവരെ അങ്ങ് വധിച്ച് കളഞ്ഞേക്കുക എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ ശ്രീകാന്തിൻ്റെ നിർദ്ദേശപ്രകാരം, തൻ്റെ മരുമോൻ്റെ ആവശ്യപ്രകാരം അമ്മായി അച്ഛനാണെങ്കിൽ തോക്ക് എടുത്ത് അനിയൻകുട്ടന് നേരെ വെടിവെക്കുന്നൊരു കാഴ്ച കാണാം. അങ്ങനെ വിക്രത്തിൻ്റെയും വേദയുടെയും കൺമുൻപിൽ വെച്ച് അനിയൻകുട്ടൻ മരണമടയുന്നൊരു കാഴ്ച, വളരെ സങ്കടകരമായ കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, കൂട്ടുകാരെ.